അസ്സലാമു അലൈക്കും. കച്ചി ലാംഗ്വേജ് ട്യൂട്ടോറിയൽസിൻ്റെ വീഡിയോ ക്ലാസ്സായ CLT വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് കിട്ടിയ അഭിപ്രായങ്ങളെക്കുറിച്ച് പറയാം. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു മാന്യ മെമ്പർ എഴുതിയിരുന്നു, ക്ലാസ് എടുത്തതുകൊണ്ട് കച്ചി പഠിക്കണമെന്നില്ല, വീടുകളിൽ കച്ചി ഭാഷ സംസാരിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ. തീർച്ചയായും അത് ശരിയാണ്. വീടുകളിൽ നമ്മൾ നമ്മുടെ മക്കളോടും ചെറുമക്കളോടും കച്ചിയിൽ സംസാരിച്ചാൽ മാത്രമേ കച്ചി ഭാഷ ശരിക്കും പഠിക്കാൻ പറ്റുകയുള്ളൂ, കച്ചി പ്രചരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. പിന്നെ ഈ ക്ലാസ്സിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ക്ലാസ് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന തെറ്റുകൾ നമുക്ക് തിരുത്താൻ പറ്റും. ഈ ക്ലാസ്സിൽ ഗ്രാമർ ബേസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നത് കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് വന്നേക്കാവുന്ന തെറ്റുകൾ തിരുത്താൻ ഈ ക്ലാസ് നമ്മെ സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന വേർഡ് ഗിൻ. ഗിൻ എന്ന വേർഡാണ്. ഗിൻ എന്ന് വെച്ചാൽ വാങ്ങുക. ഗിന്നോ ഗീഡോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ ഗിൻ എന്നുള്ള വാക്കാണ്, വാങ്ങുക എന്നാണ് അതിനർത്ഥം. ടു ബൈ. ഗിൻ തുക്കാനുസി സാമാൻ ഗിണിയച്ച്. ഗിണിയച്ച് ഗിണി. ഗിൻ ഗിന്നോ ഗീഡോ ഗീഡൈ ഗിണുന്തോ. അങ്ങനെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, മാസ്കുലിൻ ജെൻഡർ, ഫെമിനിൻ ജെൻഡർ, ഇങ്ങനെ ആയിട്ട് ആ വാക്കിന് നമുക്ക് പലതരത്തിലും തിരിച്ച് ഉപയോഗിക്കാം. അപ്പം ഗിണ്ണോ, ഗിൻ്റെ അർത്ഥം വാങ്ങിക്കുക എന്നാണ്. തു ദുക്കാൻ ഒസി സാമാൻ ഗിണി അച്ച്. നീ കടയിൽ പോയി സാമാൻ വാങ്ങിച്ചുകൊണ്ട് വാ. ഗിൺ. ആവ് എക്കടോ ഘടി വാച്ച് ഗീഡോസ്. ഞാനൊരു വാച്ച് വാങ്ങിച്ചു. ആവ് ദുക്കാൻ ഒസി കരെ ദവ ഗീഡോസ്. ഞാൻ കടയിൽ പോയി മരുന്ന് വാങ്ങിച്ചു. ഇപ്പോൾ ഗിൻ. ഗിൻ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസ്, ഗീഡോ പാസ്റ്റ് ടെൻസ്, ഗിണുന്തോ ഫ്യൂച്ചർ ടെൻസ്. സവാരെ ആവും ദുക്കാൻ ഒസി എക്കടോ ചോപ്പടി ഗിണ്ടോ. സവാരെ ആവും സ്കൂൾ ഒസി എക്കടോ ചോപ്പടി ഗിണ്ടോ. അപ്പോൾ പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, ഗിൻ എന്ന വാക്കിൻ്റെ. അപ്പോൾ നമുക്ക് ആ ഗിന്നിൻ്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയാം. ഗിണ്ണോ വാങ്ങിക്കുക. ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ ആവും ഊ ഗിണല്ലേ ഒസാത്തോ, ആവും ഊ ഗീഡോ, സവാരെ ആവും ഗിണുന്തോസ്. ഗിണ്ണോ ഗീഡോ ഗിണുന്തോസ് ഗിണുന്തീസ്. അങ്ങനെ ആ ഗിൺ എന്നുള്ള വാക്ക് അതിൻ്റെ പല രൂപത്തിലും, വർത്തമാനകാലം, ഭൂതകാലം, ഭാവികാലം, ഏകവചനം, ബഹുവചനം ഒക്കെ ആയിട്ട് ഗിണ്ണ് നമ്മൾ ഉപയോഗിക്കാം. അപ്പോൾ ഗീഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിച്ചു എന്നാണ് അർത്ഥം. ഇനി ഈ ഗീഡോ വേറൊരു സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കാം. നമ്മുടെ വാപ്പ, നമ്മൾ വീട്ടിലിരിക്കുകയാണ്, വാപ്പ വന്ന് വീടിന് മുമ്പിൽ കൂടി ഒരു പേപ്പർ കച്ചവടക്കാരൻ പോവുകയാണ്, നമുക്ക് പേപ്പർ കൊടുക്കാനാണ്. അപ്പോൾ വാപ്പാൻ്റെ പറയാണ്, ജര ഊ പേപ്പർ വാരൊക്കെ സടുക്കർ. വാപ്പ പറഞ്ഞു, ജര ഊ പേപ്പർ വാരൊക്കെ സടുക്കർ എന്ന് വാപ്പ പറയുന്നത്. ആ പേപ്പറുകാരനെ ഒന്ന് വിളിക്കൂ. അപ്പം ആ പേപ്പറുകാരൻ പോയി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പറയാണ്, പേപ്പറുകാരോ ഒസി ഗീഡോ. ആ പേപ്പറുകാരൻ പോയി കഴിഞ്ഞു. അപ്പോൾ അവിടെ ഗീഡോ എന്നുള്ളത് വാങ്ങിച്ചു എന്നല്ല അർത്ഥം, കഴിഞ്ഞു, പോയി. ഹി ഹാസ് ഓൾറെഡി ലെഫ്റ്റ്. പേപ്പർ വാരോ ഒസി ഗീഡോ. മാമ വന്ന്, മാമ വീട്ടിൽ വന്ന് ചായ എല്ലാം കുടിച്ചിട്ട് മാമ കുറേ പുറത്ത് പോയി കഴിയുമ്പോഴേക്കും മാമയുടെ എന്തെങ്കിലും പറയാനുണ്ട്. ഉമ്മ പറയാണ്, മാമാക്ക ജര സടുക്കർ. അപ്പോൾ മാമ ഒസി ഗീഡ. അപ്പോൾ അവിടെ ഗീഡോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അത് വാങ്ങിക്കുക എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആയി വരികയെങ്കിൽ ഇവിടെ നമ്മൾ കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരേ വാക്ക് തന്നെ രണ്ട് സന്ദർഭത്തിൽ ഉപയോഗിക്കുമ്പോൾ രണ്ട് രീതിയിൽ അതിൻ്റെ അർത്ഥം വന്നു കൊണ്ടിരിക്കുന്നു. ഗീഡോ എന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു എന്ന് പറയാം, വാങ്ങിച്ചു. ആവ് കാൽ എക്കടോ ഷർട്ട് ഗീഡോ. ആവ് കാൽ എക്കടോ ഷർട്ട് ഗീഡോസ്. ഞാൻ ഇന്നലെ ഒരു ഷർട്ട് വാങ്ങിച്ചു. ആവ് കാൽ എക്കടോ ചുരിദാർ ഗീഡൈ. ഞാൻ ഇന്നലെ ഒരു ചുരിദാർ വാങ്ങിച്ചു. ഗീഡൈ എന്ന് വെച്ചാൽ സ്ത്രീലിംഗമാണ് ഗീഡൈ എന്ന് പറയുന്നത്. ആവ് കാൽ എക്കടോ ചുരിദാർ ഗീഡൈ. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ നമ്മൾ വാങ്ങിച്ചു എന്നാണ് ആ വാക്കുകളെ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റ് ഞാൻ ഈ ഗീഡോ എന്നുള്ള വാക്ക്
നമ്മൾ വേറെ സംബന്ധിച്ച് ഉസി ഗീഡ, ഒസി സരിയ എന്നുള്ള അർത്ഥം വരും. അത് ഒസി സരിയ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് വ്യത്യാസമുണ്ട്. ഒസി ഗീഡ, ഒസി സരിയ എന്നുള്ള വ്യത്യാസം. ഒസി സരിയ എന്ന് പറഞ്ഞാൽ അവർ പോയി കളഞ്ഞു, നിന്നില്ല അവിടെ, നമ്മൾ നിൽക്കാൻ പറഞ്ഞിട്ട് നിന്നില്ല, ഒന്ന് ഒസി സരിയ, അവരെ പോയി കളഞ്ഞു. അപ്പോൾ അവർക്ക് എന്തോ വിദ്വേഷം കൊണ്ടോ എന്തോ പിണങ്ങിപ്പോകുന്നത് പോലെയാണ് ആ ഒരു സരിയ എന്നുള്ള വാക്ക് നമ്മളിലേക്കും പറയുന്നത്. അപ്പോൾ ഗീഡ എന്ന് പറഞ്ഞാൽ അയാൾ പോയി കഴിഞ്ഞു, അയാൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അല്ലെങ്കിൽ നമ്മുടെ കടയിൽ നിന്ന് ഇറങ്ങി അയാൾ കുറേ ദൂരം പോയി കഴിഞ്ഞു. അപ്പോൾ പറയണം അയാളെ വിളിക്ക്, എനിക്ക് പാമാടുക്കെ സടുക്കർ ഉനി ഒസി ഗീഡ, ഒസി ഗീഡോ, അയാൾ പോയി കഴിഞ്ഞു എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഗിൻ എന്നുള്ള വാക്കിൻ്റെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ജെൻഡേഴ്സ് എല്ലാമാണ്. അതിനർത്ഥം ഗിൻ എന്ന് പറഞ്ഞാൽ ടു ബൈ, വാങ്ങിക്കുക എന്നുള്ള അർത്ഥമാണ്. ഗിണ്ണോ, കീമ്പിത്ത ഗിണ്ണോ, കീമ്പിത്ത ഗിനി ഡീനോ, കീമ്പിത്ത ഗിനി ഹായിനോ, മൂക്കെ ഗണേ ബുക്ക് ലഗേത്തോ, എനിക്ക് വളരെ വിശക്കുന്നു. കീമ്പിത്ത ഗിനി ഹായിനോ, എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കണം. മൂക്കെ ഗണേ ബുക്ക് ലഗേത്തോ, എനിക്ക് വളരെ വിശക്കുന്നു. മൂക്കെ കീമ്പിത്തെ ഗിനിഡേ, എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ച് തരൂ. അപ്പം ഗിൺ എന്നുള്ള വാക്കുകളുടെ ആ വാക്കിനർത്ഥം ടു ബൈ എന്നാണ്. പക്ഷെ ഗീഡോ എന്നുള്ള വാക്ക് അത് ഗിന്നിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ, അതായത് ഒരാൾ പോയി കഴിഞ്ഞു, അത് വരുമ്പോഴത്തേക്കും നമ്മൾ ഗീഡോ എന്ന് ഇപ്പം ആ വാച്ചി ഗീഡോസ്, ആ ചോപ്പടി വാച്ചി ഗീഡോസ്, ഐ ഹാവ് ഫിനിഷ് ദി ബുക്ക്, ഞാൻ ആ പുസ്തകം വായിച്ച് കഴിഞ്ഞു. ആ ചോപ്പടി വാച്ച് ഗീഡോ, ആ ഹോംവർക്ക് ലെക്കി ഗീഡോ, ആ ഹാവോ ഹായ് ഗീഡോ, ആ ഹാവോ ഹായ് ഗീഡേ. അപ്പോൾ അവിടെ നമ്മൾ കംപ്ലീറ്റ് ആ ആക്ഷൻ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗീഡോ എന്നുള്ള വാക്കിൻ്റെ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു വെർബായിട്ടും, അതായത് വാങ്ങിച്ചു, വാങ്ങിക്കുന്നു, വാങ്ങിക്കാം എന്നുള്ള വെർബായിട്ട് ഉപയോഗിക്കാം. അത് ഗീഡോ എന്ന് വരുമ്പോഴേക്കും അത് നമ്മൾ കഴിഞ്ഞു, വി ഹാവ് ഫിനിഷ്ഡ് ഇറ്റ്, ഒരു ആക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഉപയോഗിക്കുന്ന വാക്കാണ് ഗീഡോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയും നിർത്താൻ കാരണം വളരെ ദൈർഘിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ബോറിംഗ് ആയിരിക്കും, കേൾക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ വാക്കുകളെടുത്ത് ചെറിയ ക്ലാസ്സുകൾ നമുക്ക് ഇനി മുതൽ നടത്താം. ഇനി ഈ ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇതിൻ്റെ കമൻറ്റ്സ് കോളത്തിൽ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തുറന്നെഴുതാം. കാരണം ഞാനൊരു ഭാഷാ പണ്ഡിതനല്ല, ഒരു കച്ചി ഭാഷാ പണ്ഡിതനല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തെറ്റുകൾ സംഭവിക്കാം. ആ തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് നിങ്ങൾ പറയുന്നത് ശരിയല്ല, നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ചിലർ ആക്ഷേപ രൂപത്തിൽ അഭിപ്രായങ്ങൾ എഴുതും, അതും സ്വാഗതാർഹമാണ്. കാരണം ആക്ഷേപ രൂപത്തിൽ പറയുന്നതിനായിരിക്കും കുറച്ച് കൂടുതൽ മനസ്സിൽ തട്ടുക. അല്ലേ, ഒരാളെ നമ്മൾ പരിഹസിച്ചുകൊണ്ട് ഇതിന് പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പതിക്കും. അപ്പോൾ ആക്ഷേപ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക. ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.